ഒത്തിരി പറഞ്ഞതുപോലെ സ്കൂളിന്റെ അകത്തുനിന്ന് സ്കൂളിൽ പഠിത്തം നിർത്തിയവര് പല പിള്ളേരും ഒരു ക്രിയേറ്റർ ആകാം, മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആകാം, മില്യൺസ് ഏൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷനും കൊണ്ട് അവർ വന്നിരുന്നിട്ട്, അതായത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിത്തം നിർത്തിയവർ, സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവർ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇടുന്നു. അവരിട്ടിട്ട് പറയുന്നത് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ പഠിത്തം നിർത്തി. എന്നിട്ട് അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടിട്ട് പഠിക്കുന്ന കുട്ടിക്ക് പോലും തോന്നുന്നത് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ള എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് എന്ത് കാര്യമാണെന്നാണ് പല വലിയ വലിയ ആളുകൾ പോലും ചോദിക്കുന്നത്. ടീച്ചർ എന്നെ അടിച്ചു പിടിച്ചും പിടിപ്പിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിപ്പിച്ചു 5ാം ക്ലാസ് 6ാം ക്ലാസ്. അൺഫോർച്ചുനേറ്റ്ലി ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ട് എനിക്ക് കഞ്ഞി വെക്കാൻ പറ്റിയിട്ടില്ല, കറി വെക്കാൻ പറ്റിയിട്ടില്ല, ഭാര്യനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ട് എന്ത് ഗുണാന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നാടിട്ടൊക്കെ എല്ലാവരും ഭയങ്കര പബ്ലിസിറ്റി. ഇത് കേൾക്കുന്ന കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടീച്ചറോട് ചെന്നിട്ട് ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇതുകൊണ്ട് എന്താ ഗുണം? ഒരു UP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ച് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് കുട്ടീനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റിയെന്നിരിക്കില്ല. അപ്പൊ കുട്ടിയുടെ മനസ്സിന്റെ അകത്ത് തങ്ങി നിൽക്കുന്ന ഒരു നോളജ് അതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗുണമില്ലാത്തൊരു സാധനമാണ്. അക്ബറിന്റെ ഭരണപരിഷ്കാരമൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുപോലുള്ള കുറെ മെസ്സേജസ് ആണ് നമ്മൾ കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നത്. കൂടാതെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്, ബിൽ ഗേറ്റ്സ് കോളേജ് ഡ്രോപ്പ് ഔട്ട് അല്ലേ, അല്ലെങ്കിൽ സുക്കംബർഗ് ഡ്രോപ്പ് ഔട്ട് അല്ലേ, ഇങ്ങനെ കുറെ പേരുടെ പേര് പറയും. അതും അവർ എന്നിട്ട് ഈ നിലയിൽ എത്തിയില്ലേ. ടീച്ചർ PG വരെയും PhD വരെ പഠിച്ചിട്ടും ടീച്ചർ ഇപ്പോഴും ടീച്ചറല്ലേ? സുക്കംബർഗുമായിട്ടോ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സുമായിട്ടോ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് പിള്ളേർ ചോദിക്കുന്നത്. അതൊരു മോശം മെസ്സേജാണ്. അപ്പൊ ഇതിനകത്ത് തിരിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് നമുക്ക് ലോകം മുഴുവൻ കാണും. അതിനകത്ത് ഒരു സുക്കംബർഗേ ഉള്ളൂ. ആൾക്കാരെ ഇങ്ങനെ അതേസമയം സ്കൂളിന്റെ അകത്ത് 10ാം ക്ലാസ്സെങ്കിലും വൃത്തിയായിട്ട് കഴിഞ്ഞവരെ സംബന്ധിച്ചു അവരൊരു ലൈവ്ലിഹുഡ് എങ്കിലും കണ്ടുപിടിക്കുന്നു. ശനിയാഴ്ച എവിടെയെങ്കിലും ഒരു കടയിലെ കണക്കെഴുത്തുകാരനായിട്ടെങ്കിലും ഇരിക്കാം. ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട് ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടും. അത് ഒരു 90% കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ വെച്ചിട്ട് അത് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി സ്കൂൾ ഡ്രോപ്പ് ഔട്ടിന്റെ 0.0001% പോലും ലൈഫിൽ മുമ്പോട്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ജനറലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന്റെ അകത്ത് ഇതേപോലെ നമ്മൾ അറിയപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഉള്ള പണ്ട് ഏതെങ്കിലും വീടുകൾക്ക് അകത്ത് കുറച്ച് വിവരമുണ്ടെന്ന് സ്വയം വിചാരിക്കുന്ന പലരും വീട്ടിന്റെ അകത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട് നാടൊട്ടുക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടുന്നു, വലിയൊരു മാസിനെ അത് സ്വാധീനിക്കുന്നു. ഇത് ഇന്റർനെറ്റിന്റെ ഗുണാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ദോഷമാണ്. ഇതേപോലുള്ള നമ്മൾ ചെറിയ ലെവലില് പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളല്ല എന്ന് കാണുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലൊക്കെ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കുട്ടികളെ. അതൊക്കെ നമ്മൾ എന്താ പറയാ ഓവർലുക്ക് ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾ. പാരന്റ്സോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ഈ സിസ്റ്റമോ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ഈ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഇപ്പൊ പ്രസന്റ്ലി കാണുന്നത് അഫ്കോഴ്സ് യെസ്, ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് ആകുന്നുണ്ട്. കുട്ടികൾക്ക് പല കാര്യങ്ങളും ഇറ്റ് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള തോന്നല് വരുന്നുണ്ട്. വൈ ആർ യു ഫോഴ്സിങ് സർട്ടൻ തിങ്സ് വിച്ച് ആർ നോട്ട് റിലവൻറ്റ് എന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ടെമ്പർമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സും ടെമ്പർമെന്റ്സും വളരെ പണ്ടത്തെ കുട്ടികളുടെ പോലെയൊന്നുമല്ല. അവർക്കാണെങ്കിൽ ഈ സോഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ല. ചെറുതായിട്ട് ലേണിംഗ് ഡിസബിലിറ്റി പോലെയൊക്കെ പഠിക്കാനുള്ള കോൺസെൻട്രേഷനോ ഒന്നും തന്നെ ഇല്ല. സ്ലീപ്പ് ഡിപ്രൈവേഷനും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളപ്പോഴും പല സമയങ്ങളിൽ നമ്മൾ കാണുന്നത് സ്കൂൾസിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുകയെ പേരൻസ് പോലും ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് കുട്ടിയുടെ മുമ്പിലാണ് കാണിക്കുന്നത്. ആ കുട്ടി ആ വീഡിയോ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. സോ പേരൻസ് പോലും അറിഞ്ഞോ അറിയാണ്ടെയോ ഇത് ശരിയല്ല എന്നറിയുന്ന എത്ര പേരൻസ് ആണ് ഇത് ഇപ്പോഴും ചെയ്യുന്നത്. ബിക്കോസ് ലാക്ക് ഓഫ് ടൈം ആയിരിക്കും, പേരൻസ് വർക്കിംഗ് ആയിരിക്കും, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആയിരിക്കും മിക്ക സമയങ്ങളിലും ഈ സോഷ്യൽ മീഡിയ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന് നൗ ദാറ്റ് ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ആയി, ഇതിനെ എങ്ങനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം, ഇതിനെങ്ങനെയാ നമ്മൾ we should have a control over what they are watching and എത്ര നേരാണ് ഇവർ കാണുന്നത്, എന്താ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പേരൻസിന് ഒരു കൺട്രോൾ എങ്ങനെയാണോ ഉണ്ടാകുക? അതാണ് ഇതിന്റെ അകത്ത് നമ്മള് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പാരന്റ്സ് ആണ് പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യേണ്ടത്.
കാരണം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ ബാലരമയും പൂമ്പാറ്റയും ഇതുപോലുള്ള പല കോമിക്സും ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് ഒരു 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ സാധാരണ വായിച്ചുകൊണ്ടിരിക്കുന്നത് ബാലരമ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് ചിത്രകഥകളാണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തൊരു എനിക്ക് തോന്നുന്നു ഒരു 80:20 എന്നുള്ള റേഷ്യോയിലാണ് ടെക്സ്റ്റ് ഇത് എന്താ പറയുന്നത് ഇമേജ് ടു ടെക്സ്റ്റ്. കുറെ ചിത്രം ഉണ്ടാവും, അതിന്റെ ചെറിയ എന്താ പറയുന്നത് കുറച്ച് ടെക്സ്റ്റ് വാക്കുകളുണ്ടാവും. അപ്പൊ കുട്ടിക്കൊരു ക്യൂരിയോസിറ്റി അവിടെ ജനറേറ്റ് ചെയ്യാം. ഈ കുറുക്കനും കാക്കയും ഒക്കെ കൂടി അവിടെ ഇരിക്കുന്നു, അപ്പൊ ഇത് എന്താണ് കഥ? കുട്ടി അറിയുന്ന അക്ഷരങ്ങൾ അതിന് മുമ്പ് പഠിച്ചതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഈ കഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ എഫേർട്ടും എടുത്തിട്ട് തത്തുപുത്തെന്ന് പറഞ്ഞ് വായിക്കും. ആ കഥ മനസ്സിലാക്കും. അപ്പം കുറച്ച് ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് അത് മനസ്സിലായി പോകും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിന്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ ബാലരമിക തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആകെ ഒരു 4ഓ 5ഓ ചിത്രങ്ങളും ബാക്കി കംപ്ലീറ്റ് ടെക്സ്റ്റാണ്. അതുപോലുള്ള കഥകളുണ്ട്. അപ്പൊ കുട്ടി ഓൾറെഡി കഥകളുമായിട്ട് ഒരു ഫോൾ ഇൻ ലവ് വിത്ത് സ്റ്റോറീസ് എന്നുള്ളതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലായിട്ട് അതും എടുത്തിട്ട് താനേ വായിക്കും. കാരണം അതാണ് ഏക എന്റർടൈൻമെന്റ്. ഇങ്ങനെ വായിച്ചു പോയവരാണ് ഒരൊറ്റ ഇമേജ് പോലും ഇല്ലാത്ത 1000-2000 പേജുള്ള നോവൽസ് ഇത് പിന്നെ വായിക്കുന്നത്. ഇത് പക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് മൂവിങ് ഫോർവേഡ് എന്ത് സംഭവിച്ചു, നമ്മുടെ ദൂരദർശൻ പോലെയൊക്കെ യാഗിയുടെ ആന്റണിയൊക്കെ വെച്ചിട്ട് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആഴ്ചക്ക് ഒരു ദിവസം ഹീമാനോ സൂപ്പർമാനോ ഒക്കെ വരും. ഒരാഴ്ച കാത്തിരുന്ന് കാണണം. പക്ഷെ ഹീമാൻ വരികയാണെങ്കിൽ അടുത്ത അരമണിക്കൂർ അതിന് മുമ്പിൽ ഇരുന്നിട്ട് ആ ഹീമാൻ തന്നെ കാണണം. വേറെ യാതൊരു വഴിയില്ല. എങ്ങോട്ടും ചാനൽ മാറ്റാനൊന്നുമില്ല. ആകാന്ന് ഒരു ചാനലോ 2 ചാനലേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടി മുമ്പോട്ട് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താ പറയുന്നത് കേബിൾ ടിവിയുടെ ഒരു കാലമായി. ഒന്നിലേറെ ചാനലുകളുണ്ട്. അപ്പൊ ഒരു ചാനലിന്റെ അകത്ത് വേറൊരു ചാനലിലേക്ക് മാറ്റാം. പക്ഷെ എന്നാൽ പോലും ഇതിനകത്തുള്ള ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആദ്യം മിക്കി മൗസ് വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർമാൻ്റെ ആണ് വരുന്നതെങ്കിൽ സൂപ്പർമാൻ്റെത് കാണണമെങ്കിൽ മിക്കി മൗസ് മൊത്തം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റും. കൂടാതെ വേറെ എവിടെയും ചെന്നാൽ സൂപ്പർമാൻ കാണാൻ പറ്റില്ല. ഇവിടെ തന്നെ സൂപ്പർമാന്റെ ഇതേ വീഡിയോ അടുത്ത ഹാഫ് ആൻ അവറിൽ നിന്ന് കാണണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോഴാണ് ഇന്റർനെറ്റ് വന്നത്. പക്ഷെ എങ്കിൽ പോലും അന്ന് റെസ്ട്രിക്ഷൻ ഉണ്ട് വീണ്ടും. കാരണം കോസ്റ്റ് പെർ GB എന്ന് പറയുന്നത് 1 GB കോസ്റ്റ് 300 രൂപയാണ്. എന്നാലും വീഡിയോ സാധാരണ രീതിയിൽ മൊബൈൽ ഫോണിനകത്തോ ഇന്റർനെറ്റ് കൂടി കാണാറുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു റെസ്ട്രിക്ഷൻ ആയിരുന്നു. പക്ഷെ ഒരു ഈസി അവൈലബിലിറ്റിയും ചീപ്പർ ഇന്റർനെറ്റും വന്നു കഴിഞ്ഞപ്പോൾ പലരും മുഴുവൻ ഫുൾ മൂവി പോലും കാണുന്നത് മൊബൈലിലേക്ക് മാറി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം മൂവിക്കകത്ത് എപ്പോഴെങ്കിലും ഒരു ലാഗ് വരുമോ അല്ലെങ്കിൽ കാർട്ടൂൺ കുട്ടിയെ കാണുന്നതിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു ഇഷ്ടക്കേട് വന്നാൽ ഉടനെ അടുത്തയിലേക്ക് സ്വൈപ്പ് ചെയ്ത് പോകും. അപ്പൊ അതായത് നാച്ചുറലി സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞു വരുന്നു, ലെവൽ ഓഫ് പേഷ്യൻസ് കുറഞ്ഞു വരുന്നു. അതൊരു ഹാബിറ്റായിട്ട് മാറുന്നത്. ഈ ഹാബിറ്റ് വീഡിയോ ടിവിയും കാണുന്നതിന് മാത്രമല്ല ഉണ്ടാകുന്നത്. കുറച്ച് കഴിയുമ്പോൾ പാരന്റ്സിനോടുള്ള ആറ്റിറ്റ്യൂഡും ഇതേപോലെ തന്നെ ഇൻപേഷ്യന്റ് ആയിരിക്കും. കുട്ടികൾ തന്നെയാണെങ്കിലും കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം, ഇത്ര വളഞ്ഞ് കാട് പിടിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്താ പറയാനുള്ളത് നേരിട്ട് പറയും എന്ന് പറയുന്ന കുട്ടികളൊക്കെ പലതിനും പ്രത്യേകിച്ച് ടീനേജിന്റെ അകത്തോ ഒക്കെ ഒരു ലേറ്റ് ടീനേജേഴ്സിന്റെ അകത്തൊക്കെ ഉണ്ട്. അച്ഛാ അമ്മ എന്തിനാണ് ഇത്രയും വലിയ വലിയ ഉപദേശങ്ങൾ തരുന്നത്? കം ടു ദ പോയിന്റ്, അബ്സ്ട്രാക്ട് ആയിട്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം ബാക്കിയുള്ളൊന്നും കേൾക്കാനുള്ള ഇതില്ല. അതിന്റെ ക്രക്സ് എന്താണെന്നുള്ളത് മാത്രം അറിയാനുള്ള ക്ഷമയുള്ളൂ. ഇപ്പൊ ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനവും ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന സാധനമാണ് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ആയത് ഈ ഒരു സംഭവം. എന്നാൽ ഇതിനകത്ത് കുട്ടികളെ എന്താ പിന്നെ ഇതൊക്കെ മാറ്റി നിർത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി നിർത്താൻ അത്ര എളുപ്പമല്ല.